ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഐ എം ഡൂയിങ് ഗ്രേറ്റ്, ഹോപ്പ് ദ സെയിം വിത്ത് യു ഓൾ. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്തിട്ട് പോകാൻ വന്നതാട്ടോ. ഞാൻ ശരിക്കും ഇൻ്റർവ്യൂവിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ വന്ന് എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല കേട്ടോ. 2 weeks ആയിട്ട് കണ്ടിന്യൂസ് ഫ്ലൈയിങ് ആണ്. അതിൻ്റെ ഇടയിൽ ഓഫൊക്കെ കിട്ടുമ്പോൾ വേറെ എന്തൊക്കെയോ പരിപാടി. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഓഫ് ഇട്ടിപ്പോൾ വീട്ടിൽ പോയി, പിന്നെ ഇപ്പോൾ വന്നു വീണ്ടും ഡ്യൂട്ടിക്ക് കയറി. ഇപ്പോഴും ഞാൻ ശരിക്കും ലേ ഓവറിലാണ്. ഇപ്പം നൈറ്റ് ഒരു ഫ്ലൈറ്റും കൂടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ 2 ദിവസം ഓഫാണ്, ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും. ഞാൻ ചിലപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാവും, ഒബ്വിയസ്ലി ഇപ്പോൾ ഞാനാണെങ്കിലും ചോദിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഒന്ന് പറയാൻ വേണ്ടി വന്നതാട്ടോ. അപ്പം ഞാൻ ഇൻഡിഗോയിലാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ മാസവും ഇതിനെപ്പറ്റി ഒരു മെയിൽ വരും കേട്ടോ. എല്ലാ മാസത്തിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഡേറ്റ്സും കാര്യങ്ങളും എവിടെയൊക്കെ ഇൻ്റർവ്യൂ നടക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് മെയിൽ വരാറുണ്ട്. കാരണം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ടിനെയോ റിലേറ്റീവ്സിനെയൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. എന്നരുതി കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കരുത് കേട്ടോ ഞങ്ങളെങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുമെന്ന്. അപ്പം ഞാൻ മെയിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വായിക്കാം. അടുത്ത മാസം ഇൻ്റർവ്യൂ സിറ്റി ഡൽഹി, മുംബൈ, ചെന്നൈ, പിന്നെ ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, കൊച്ചി, ജയ്പൂർ, ഇവിടേക്കാണ് ഇൻ്റർവ്യൂസ് നടക്കുന്നത്. കുറേ സ്ഥലത്തുണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചിയിലാകെ ഒറ്റ തവണയേ ഉള്ളൂ, ഒരു ദിവസമേ ഉള്ളൂ, 17-ാം തീയതി ഇൻ്റർവ്യൂ. അപ്പോൾ എലിജിബിലിറ്റി പറഞ്ഞേക്കുന്നത് ഫീമെയിൽസിന് മാത്രമേ പറ്റുള്ളൂ. ബോയ്സ് ഇൻഡിഗോയിലില്ല. ബോയ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എയർലൈൻസിൽ ട്രൈ ചെയ്യാം. പിന്നെ വിത്ത് ഇന്ത്യൻ പാസ്പോർട്ട് മാൻഡേറ്ററി ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിലും പാസ്പോർട്ടിന് വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് പാസ്പോർട്ട് കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഇൻ കേസ് സെലക്ട് ആവുകയാണെങ്കിൽ ഉടനെ തന്നെ പാസ്പോർട്ട് വേണ്ടി വരും. പിന്നെ ഏജ് വരുന്നത് 18 to 27 ഇയേഴ്സ് ആണ്. ഇൻ ബിറ്റ്വീൻ 18 to 27 ആയിരിക്കണം ഏജ്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ട് 10th and +2 പാസ്സായിട്ട് ഉണ്ടാവണം ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. ഓക്കെ. പിന്നെ കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ഫ്ലുവൻസി ആൻഡ് ക്ലാരിറ്റി ഓഫ് സ്പീച്ച് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി റെസ്പെക്റ്റീവ്ലി. ഹിന്ദിയും ഇംഗ്ലീഷും ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. എനിക്കറിയാം നമ്മുടെ മിക്കുള്ളവർക്കും ഹിന്ദി അറിയില്ല. പക്ഷേ ഹിന്ദി അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്തായാലും അവർ റിജക്റ്റ് ചെയ്യും. ഹിന്ദി അറിയാമെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മാനേജ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഹിന്ദിയിൽ വർക്ക് ചെയ്യുക, പഠിക്കാൻ നോക്കുക. അവർ കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, അബൌട്ട് യുവർ ഫാമിലി, അങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് ഹിന്ദി അറിയുമോ അവർക്ക് ചെക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ അതനുസരിച്ച് ഡീൽ ചെയ്യുക. ഓക്കെ. പിന്നെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് മിനിമം ഓഫ് 155 cm വേണം ഹൈറ്റ്. പിന്നെ വെയിറ്റ് അതനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ടു BMI ആയിരിക്കണം. BMI കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഗൂഗിളിൽ കയറി BMI നോക്കിയാൽ മതി. അതനുസരിച്ച് ഹൈറ്റും വെയിറ്റും. ഹൈറ്റ് എന്തായാലും അവർ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞാണല്ലോ, ഓവർ ഹെഡ് ബിൻസ് ഒക്കെ ഫ്ലൈറ്റിൽ ക്ലോസ് ചെയ്യാനുള്ളതാണ്. അപ്പം ഹൈറ്റിൽ അവർ കോംപ്രമൈസ് ചെയ്യത്തില്ല. പിന്നെ അപ്പിയറൻസ് വന്നിട്ട് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ആൻഡ് വെൽ ഗ്രൂംഡ്. നോ ടാറ്റൂസ് ഷുഡ് ബി വിസിബിൾ വൈൽ ഇൻ യൂണിഫോം. അപ്പം ഒബ്വിയസ്ലി ഗ്രൂമിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചു ഏത് ഹെയർ സ്റ്റൈലാണ് ചെയ്യേണ്ടത്, ഏത് മേക്കപ്പ് ഇടേണ്ടത്, ഏത് ലിപ്സ്റ്റിക്കാണ് ഇടേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, മേക്കപ്പിലൊന്നും ഒരു കാര്യമില്ല. ഗ്രൂമിങ്ങിലൊക്കെ അവർ നോക്കും, എങ്ങനെ വെൽ ഗ്രൂംഡ് ആണോ നോക്കും. ഗ്രൂംഡ് ഇൻ ദ സെൻസ് നമ്മൾ നീറ്റായിട്ടിരിക്കണം. ഇപ്പോൾ ഹെയറിൻ്റെ കാര്യം വരുവാണെങ്കിലും ഇങ്ങനെയൊന്നും ഇട്ടിട്ട് പോകരുത്. മാക്സിമം നിങ്ങൾ ലോങ് ഹെയർ ഒക്കെ ആണെങ്കിൽ നല്ല ഇങ്ങനെ ടൈ ചെയ്തിട്ട് ബാക്കിലൊരു ബണ്ണൊക്കെ കിട്ടി നല്ല വൃത്തി ഉണ്ടാവണം. ഒരു മുടി പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കാത്ത രീതിയിൽ ഹെയർ സ്പ്രേയോ അല്ലെങ്കിൽ ജെല്ലോ വെച്ചിട്ട് നല്ലോണം സൂപ്പറായിട്ട് നീറ്റ് ഷുഡ് ബി നീറ്റ്. ഓക്കെ, ബേസിക്കലി ഇറ്റ് ഷുഡ് ബി നീറ്റ്. അപ്പം അങ്ങനെ നല്ലോണം മുടി കെട്ടിയിട്ട് പോവാം. നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിന് ചേരുന്നത് എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ നോർമലി ബൺ കെട്ടും പോലെ കെട്ടിയാൽ മതി. കമ്മിങ് ടു മേക്കപ്പിൽ വരുമ്പോൾ ഇന്ന ഐ ഷാഡോ, ഇന്ന ലിപ്സ്റ്റിക് അങ്ങനെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മുഖത്തിന് ചേരുന്ന ലിപ്സ്റ്റിക് ഇടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, കാരണം നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾ ഇൻ്റർവ്യൂവിന് സെലക്ട് ആയതിനു ശേഷം ഇൻഡിഗോ നിങ്ങൾക്ക് എന്തായാലും ട്രെയിനിങ് തരും. ഏതൊക്കെ മേക്കപ്പാണ് യൂണിഫോമിൽ ഇടേണ്ടത് അതൊക്കെ ഇൻഡിഗോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് തരും. അപ്പം അവരങ്ങനെ നോക്കത്തില്ല നിങ്ങൾ ഏത് ഷെയ്ഡായിട്ടേക്കുന്നത്, ഏത് അതായിട്ടേക്കുന്നതെന്ന് ഒന്നും നോക്കത്തില്ല. കാരണം ഒബ്വിയസ്ലി നിങ്ങൾക്ക് ട്രെയിനിങ് ടൈമിൽ അവർ തന്നെ അവരുടെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് ട്രെയിനിങ് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ലൊരു സട്ടിൽ ലുക്കായിട്ട് ഒരുങ്ങി വരിക. ഓക്കെ, ലിപ്സ്റ്റിക് ഇടണം, ഐ ഷാഡോ ഇടണം, ബ്ലഷ് ഇടുക, ഹൈലൈറ്റർ ഇടുക, ഐലൈനർ വരയ്ക്കുക, മസ്കാര ഇടുക, ഇതൊക്കെ ബേസിക്കലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ഇയറിംഗ് വന്നിട്ട് കുഞ്ഞൊരു സ്റ്റഡ് ഒന്നെങ്കിൽ പേളിൻ്റെതോ അല്ലെങ്കിൽ ചെറിയൊരു കല്ലിൻ്റെ സ്റ്റോണ്ടായിട്ടുള്ള ഇയറിംഗും ഇടാൻ നോക്കുക. വാച്ച് വന്നിട്ട് സിൽവർ ഇടുന്നതായിരിക്കും സ്റ്റാൻഡേർഡ്. പിന്നെ റിങ് വന്നിട്ട് ഒരു കയ്യിലൊരു ഗോൾഡ് ഇടരുത്, സിൽവറോ അങ്ങനെ എന്തെങ്കിലും മെറ്റൽ റിങ്ങോ അങ്ങനെ ഇടുക. പിന്നെ നെയിൽ പോളിഷ് എപ്പോഴും ന്യൂഡാണ് നല്ലത്. ഞാനിട്ടത് പേൾ വൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം മേക്കപ്പിൻ്റെ കാര്യം ഇപ്പോൾ ക്ലിയർ ആയില്ലേ.
പിന്നെ മുഖത്തൊക്കെ പിമ്പിൾസും കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ അലൗഡ് അല്ല. പിന്നെ പല്ലിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ സീനുണ്ടെങ്കിൽ പല്ലിനൊന്നും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് എൻ്റെ പല്ലിത് എവിടെ കൊമ്പല്ല എനിക്ക്. അപ്പം എനിക്ക് പണ്ടൊക്കെ പേടി ഉണ്ടായിരുന്നു, ദൈവം ഈ പല്ലിന് പ്രശ്നമാവോ. ഞാനങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറിനെയൊക്കെ കാണിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പല്ല് മാറ്റുവാണെങ്കിൽ എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് അങ്ങ് മാറുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പല്ലൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല. ഇപ്പോൾ പിമ്പിൾസും സ്കാറൊക്കെ ആണെങ്കിൽ നമുക്ക് പല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്ത് മാറ്റാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് അതൊന്നും അലൗഡ് അല്ല. പിമ്പിൾസ് അലൗഡ് അല്ല, മുഖത്ത് സ്കാറ്, സ്റ്റിച്ച് മാർക്ക് അതൊന്നും അലൗഡ് അല്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ കയ്യിലും കാലിലൊന്നും പാടില്ല. കാലിൽ സ്ട്രെച്ച് മാർക്കും പിന്നെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ സ്റ്റോക്കിങ്സ് ഇടുമല്ലോ. പക്ഷേ കയ്യിലധികം ഒന്നും വരാൻ പാടില്ല. പിന്നെ വാക്സ് ചെയ്തിട്ട് പോവുക. ഹെയർ ഒന്നും പാടില്ല. മുഖത്തും നല്ല ത്രെഡ് ചെയ്തിട്ട് കൈയും കാലൊക്കെ വാക്സ് ചെയ്ത് മാക്സിമം പോകാൻ നോക്കുക കേട്ടോ. പിന്നെന്താണ്, ഇത്രയല്ലേ ഉള്ളൂ മുഖം കാലൊക്കെ വന്നിട്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ മനുഷ്യരല്ലേ. അങ്ങനെ ഒന്നുമില്ലാത്ത ആൾക്കാരൊക്കെ എന്താണ് റെയറാണ്. പിന്നെ ടാറ്റൂസ് ഒന്നും പാടില്ല. യൂണിഫോം ഇടുമ്പോൾ, ഇൻഡിഗോ യൂണിഫോം ഇടുമ്പോൾ ടാറ്റൂസ് ഒന്നും കാണാൻ പാടില്ല. ഇൻഡിഗോയുടെ യൂണിഫോം അറിയാമല്ലോ, കൈ ഇത്ര വരും, ഇത്ര ഭാഗത്തൊന്നും ടാറ്റൂ പാടില്ല. പിന്നെ ഷോർട്ട് സ്കേർട്ടാണ്, നീ ലെങ്ത് വരെയുള്ള സ്കേർട്ട്. അപ്പോൾ അതിൻ്റെ താഴെയൊന്നും ടാറ്റൂസ് പാടില്ല. പിന്നെ ഇവിടെ കോളർ ഉണ്ടാവും. അപ്പം ഇത്രയും ഭാഗത്തൊന്നും ടാറ്റൂ പാടില്ല നിങ്ങൾ. പിന്നെ ഡ്രസ് കോഡ് വന്നിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഞാൻ പറഞ്ഞുതരാം. ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഹാഫ് സ്ലീവ് ഷർട്ട്, പിന്നെ വെൽ ഫിറ്റഡ് സ്കേർട്ട്, നീ ലെങ്ത് ആയിരിക്കണം സ്കേർട്ട് വരുന്നത്. അതിന് മുകളിൽ കുട്ടി സ്കേർട്ട് ഒന്നും ഇട്ടുകൊണ്ട് പോകാണ്ടിരിക്കാൻ നോക്കുക കേട്ടോ മാക്സിമം. പിന്നെ സ്റ്റോക്കിങ്സ് ബ്ലാക്ക് ഇടാനാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഇട്ടത് വൈറ്റ് ഷർട്ടായിരുന്നു കേട്ടോ. വൈറ്റ് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. വൈറ്റ് ഇടുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടിരിക്കും. സോ പിന്നെ ന്യൂഡൊക്കെ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ പറയുന്നത് വൈറ്റ് ഇടാനാണ്. പിന്നെ സ്കേർട്ട് ഞാൻ ഇട്ടത് ബ്ലാക്ക് ആണ്. പിന്നെ ബ്ലാക്ക് സ്റ്റോക്കിങ്സ്. പിന്നെ ഷൂസ് ഷുഡ് ബി ഹീൽ ഷൂസ് ആയിരിക്കണം. പിന്നെ എപ്പോഴും സ്കേർട്ട് ഷോർട്ട് തന്നെ ഇടാൻ നോക്കുക, കാരണം മെഡിക്കൽ റൗണ്ടിൽ അവർക്ക് കൈയും കാലൊക്കെ ചെക്ക് ചെയ്യാനുള്ളതാണ്. അപ്പം കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ കുറേ പേര് ചോദിച്ചു ബ്ലേസർ ഇടുന്നതിന് കുഴപ്പമുണ്ടെന്നു. ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും മെഡിക്കൽ റൗണ്ട് വരുമ്പോൾ അവർ ഊരിപ്പിക്കും, കാരണം അവർക്ക് ചെക്ക് ചെയ്യണമല്ലോ. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്? ഒന്നാമത്തെ കാര്യം സി വി മസ്റ്റായിട്ട് വേണം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. 10th and +2 മാർക്ക് ഷീറ്റ്സ് വേണം. പിന്നെന്താണ്, പാൻ കാർഡിൻ്റെ ഒരു കോപ്പി വേണം. ആധാറിൻ്റെ ഒക്കെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ടും വേണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ ക്യാരി ചെയ്യാനുള്ളത്. പാസ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഇതൊക്കെയാട്ടോ എലിജിബിലിറ്റിയും റിക്വയർമെൻറ്റ്സ് ഒക്കെ. ഇനി ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമുണ്ട്. 17-ാം തീയതിയാണ് ഇൻ്റർവ്യൂ. പോകുന്നതിന് മുന്നേ നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ഇൻഡിഗോനെ പറ്റി കുറച്ച് റിസർച്ചൊക്കെ ചെയ്യാൻ നോക്കുക. ലൈക്ക് കമ്പനിയെ പറ്റി ഇപ്പോൾ ഒത്തിരി ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇൻഡിഗോ 500 എയർക്രാഫ്റ്റ്സ് ഓർഡർ ചെയ്തതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ അവർക്ക് ഒരു ഇതാണ്, ലൈക്ക് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് തോന്നും. അപ്പം കുറച്ചൊക്കെ ഇൻഡിഗോ കമ്പനിയെ പറ്റി റിസർച്ച് ചെയ്യാൻ നോക്കുക, എന്നിട്ട് പോവുക. പിന്നെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നില്ല. അതൊക്കെ ഒത്തിരി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ അറിയാം എന്തൊക്കെയാണ് ചോദിക്കുക, ഇൻ്റർവ്യൂ എങ്ങനെ ഇരിക്കും, എത്ര റൗണ്ട് ഉണ്ടെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇൻ്റർവ്യൂവിന് പോകുന്ന ദിവസം കുറച്ച് ഓവർ പഞ്ച്വലായിരിക്കാം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ പോലെ പഞ്ച്വാലിറ്റി, നേരത്തെ പോകാൻ നോക്കുക. ഇപ്പം 9 മണിക്കാണ് ഇൻ്റർവ്യൂ എങ്കിൽ ഒരു 8 മണിക്ക് എത്താൻ നോക്കുക. 8 മണിക്കാണെങ്കിൽ ഒരു 7 മണിക്ക് എത്താൻ നോക്കുക. ചെന്നുകൊണ്ടേ വാഷ്റൂമിലൊക്കെ പോയി നിങ്ങൾ നല്ല മേക്കപ്പും കാര്യങ്ങളും ഇൻ കേസ് ദൂരെ നിന്നൊക്കെ വരുവാണെങ്കിൽ അവിടെ പോയിട്ട് ഒരുങ്ങാൻ നോക്കുക. വാഷ്റൂമിലൊക്കെ പോയിട്ട് ഫുള്ള് ടച്ചപ്പ് ചെയ്ത് മുടിയൊക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഡോണ്ട് വെയിറ്റ്, ലൈക്ക് അവർ പോയിട്ട് ഞാൻ കയറാം, ഇവർ പോയിട്ട് ഞാൻ കയറാം, അങ്ങനെ നോക്കാണ്ടിരിക്കുക. ആദ്യം തന്നെ കയറി എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ കാഷ്വൽ ചോദ്യങ്ങൾ മാത്രമേ അവർ ചോദിക്കുള്ളൂ. നമ്മൾ എങ്ങനെ പറയുന്നതെന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ നോക്കുക. എപ്പോഴും പ്ലസൻ്റ് ആയിട്ടിരിക്കുക. പാനിക് ആവരുത്, മുഖത്ത് ഫിയർ കാണിക്കരുത്. കാരണം നമുക്ക് ഓൺ ബോർഡ് പാസഞ്ചറൊക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അവരെന്ത് ചോദിച്ചാലും അതനുസരിച്ച് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് അതിനുള്ള ആൻസർ കൊടുക്കുക. എപ്പോഴും പ്ലസൻ്റ് ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നല്ല ബോഡി ലാംഗ്വേജ് ആയിരിക്കണം. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, ഇങ്ങനെയൊന്നും ഇരിക്കാണ്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. എന്നിട്ട് അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. ഓക്കെ, എപ്പോഴും ആദ്യത്തെ റൗണ്ടിൽ തന്നെ കയറാൻ നോക്കുക. എപ്പോഴും അതിൽ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത്, ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ആണെങ്കിൽ എല്ലാവരോടും ആണ് ഒരുമിച്ച് ചോദിക്കുന്നതെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആദ്യം തന്നെ ആൻസർ പറയാൻ നോക്കുക. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ആണ്. അത് വിട്ട് കളയരുത്. അത് പോയാൽ പിന്നെ പോയി. ഇപ്പം ഇൻ്റർവ്യൂവിന് ഇനിയിപ്പം പെർഫോം ചെയ്യാൻ പറ്റിയില്ല,
പാനിക്കായി കിട്ടിയില്ലെന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട, പേടിക്കരുത്, നെവർ ഗിവ് അപ്പ്. ഇൻ്റർവ്യൂസൊക്കെ ഒത്തിരി വരുന്നുണ്ട്. കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ വല്ലപ്പോഴും വരാറ്, പക്ഷേ ഡൽഹിയിലും ബാംഗ്ലൂർ അങ്ങോട്ടൊക്കെയുള്ള സൈഡിൽ ഇൻ്റർവ്യൂസൊക്കെ എപ്പോഴും വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മാക്സിമം 100% കൊടുക്കാൻ നോക്കുക. കൊച്ചിയിൽ തന്നെ 17-ാം തീയതി പോയി അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാരണം കൊച്ചിയിലാണെങ്കിൽ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. കാരണം ഡൽഹിയിലും ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ട്. പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഫുൾ അവിടെ വന്ന് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യും. അപ്പം കൊച്ചി വെച്ച് നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും അവിടെ. അപ്പം അതിനേക്കാളും നല്ലത് നിങ്ങൾ കൊച്ചിയിൽ തന്നെ മാക്സിമം ഇത്തവണ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും അതൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. അപ്പോൾ അടുത്ത തവണ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എവിടേക്കാണ് ഞാൻ പാളിപ്പോയത്, അങ്ങനെയൊക്കെ അറിയാമല്ലോ. അപ്പം ഓൾ ദി ബെസ്റ്റ്, നല്ലപോലെ പെർഫോം ചെയ്യാൻ നോക്കണം. കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുഴപ്പമൊന്നുമില്ല, അതൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് എടുത്തിട്ട് അടുത്ത ഇൻ്റർവ്യൂവിന് പോവാം. ഓക്കെ, അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. എനിക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകാൻ സമയമായി. നിങ്ങൾക്ക് ഫെർദർ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ച് നോക്കുക. ഞാൻ മാക്സിമം നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ നോക്കാം. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും ഡോണ്ട് വറി, നെവർ ഗീവ് അപ്പ്, കീപ്പ് ഓൺ ട്രൈങ്. എന്തെങ്കിലും നമുക്ക് കിട്ടും, നമ്മുടെ സമയമാകുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ടാറ്റാ.